ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചൂരക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഫ്രഷ് ചൂര കിട്ടി, നല്ല ബീഫ് കഷ്ണങ്ങൾ മാതിരിയുണ്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ. അപ്പോൾ അത് വെച്ചിട്ടൊരു നല്ലൊരു കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യം ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് പുളിവെള്ളം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് പിടിച്ച് കിട്ടുന്ന സമയം കൊണ്ട് മസാല ഉണ്ടാക്കാം. ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉലുവ പൊട്ടി വരുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളക് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് വലിപ്പത്തിലുള്ള സവാള അരിഞ്ഞതാണ്, അതുകൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് ഓയിലിൽ കിടന്നൊന്ന് കുക്കായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. സവാള ഈ ഒരു രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് 5 ചെറിയ ഉള്ളി ചതച്ചതും 2 വലിയ തക്കാളി നീളത്തിന് മുറിച്ചതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ചൊന്ന് വേവിക്കാം. തക്കാളി നന്നായിട്ട് കുക്കാവുന്ന സമയത്ത് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി ഒരു മൂത്ത മണം വരുന്ന സമയം വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് മണം വരുന്ന സമയത്ത് വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ളത് ഒന്ന് പിഴിഞ്ഞെടുത്ത് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയൊക്കെ ഇതിന് മതിയാവും. അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് വേണം തിളപ്പിക്കാനായിട്ട് വെക്കാൻ. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൂരയുടെ കഷ്ണങ്ങൾ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം മീനെല്ലാം ഒന്ന് കുക്കായി കിട്ടുന്നവരെ ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. 4-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. മീനെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അവരവരുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ഇത് വറ്റിച്ചിട്ടോ ഒക്കെ എടുക്കാം. എനിക്ക് കുറച്ച് ചാറോട് കൂടിയ കറിയാണ് ഇഷ്ടം. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. കറി നന്നായിട്ട് തണുത്ത് വരുമ്പോൾ ചാറൊക്കെ ഒന്നുകൂടി ഒന്ന് കുറുകി വരും. നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.